ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഈസി ലേണിംഗ് അക്കൗണ്ടൻസി ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഞാൻ അശോക് കുമാർ. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഇടാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പിക് ഫൈനൽ അക്കൗണ്ട് ഓഫ് സോൾ ട്രേഡർ. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് സോൾ ട്രേഡറിൻ്റെ നമ്മളെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് പാർട്ടായിട്ടിടാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു സോൾ പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ സോൾ ട്രേഡറുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളത് നമ്മൾ 3 പാർട്ടായിട്ട് വരുന്നുണ്ട്. ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്. അത് നമുക്ക് സാധാരണ 2 രീതിക്ക് വരാം. ഒന്ന്, നമുക്ക് സാധാരണ ഓർഡിനറി പ്രോബ്ലം വരാം വിത്തൗട്ട് എനി അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാത്തത് വരും, അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള പ്രോബ്ലം വരും. അപ്പം അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാത്ത, മെയിനായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വരാത്ത പ്രോബ്ലം വരെയുള്ള ഏരിയയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ഫൈനൽ അക്കൗണ്ട് ഓഫ് സോൾ ട്രേഡർ ഈ ചാപ്റ്റർ +1 എല്ലാ സിലബസുകാർക്കും കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇതിന് പുറമെ അതിന് BCom, CA, CMA, CS ഇൻ്റർമീഡിയറ്റ് ലെവൽ വരെയുള്ളവർക്കും, അതുപോലെ MBA സ്റ്റുഡൻസ്, അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് എന്ന പേപ്പറിൽ ഈ ഫൈനൽ അക്കൗണ്ടിൻ്റെ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുന്ന ഒരാൾക്ക് ഫൈനൽ അക്കൗണ്ട് ഓഫ് സോൾ ട്രേഡർ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ആദ്യം ഫൈനൽ അക്കൗണ്ട് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സോൾ ട്രേഡറെ സംബന്ധിച്ച് അവരുടെ മെയിൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് prepared by business concern at the end of an accounting year to find out profit or loss from the business for the accounting year. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇയർ നമുക്കിപ്പോൾ അറിയാം, മിക്കവാറും ഇൻകം ടാക്സ് റൂൾ പ്രകാരം എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും മസ്റ്റ് ക്ലോസ് 31st March എവറി ഇയർ. അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്, മിക്കവാറും എല്ലാവരും ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ April to March ആണ്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഫിനാൻഷ്യൽ റിസൾട്ടൊക്കെ അസസ് ചെയ്യുന്ന ഓൺ ദാറ്റ് ബേസിസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ ഒരു വർഷത്തിനിടയ്ക്ക് നമ്മൾ ബിസിനസ്സിലുണ്ടാക്കിയ ലാഭം എത്ര, നഷ്ടം എത്ര, ഒപ്പം നമ്മൾ ഒരു കാര്യം കൂടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടി നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നു. അതായത് ബിസിനസ്സിൽ ആ പർട്ടിക്കുലർ ഡേറ്റ് അല്ലെങ്കിൽ വർഷം അവസാനിക്കുന്ന സമയത്ത് വാട്ട് ആർ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വി ഹാവ്. നമുക്ക് എന്തൊക്കെ അസറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ലയബിലിറ്റി ഉണ്ട്, ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനുള്ള ആഗ്രഹം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസ്ക്ലോസ് ചെയ്യുകയാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ സോൾ ട്രേഡർ 3 പാർട്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ വരയ്ക്കുന്നത്, പ്രധാനമായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഒരാൾ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ട്രേഡിംഗ് ബിസിനസ് നടത്തുകയാണ്, ഒരാൾ സാധനം വാങ്ങി വിൽക്കുന്ന ഒരു ബിസിനസ്സാണ്, ട്രേഡിംഗ് ബിസിനസ്സാണ് നടത്തുകയാണെങ്കിൽ, അയാൾ വാങ്ങുന്ന സാധനത്തിൻ്റെ കോസ്റ്റ് വിൽക്കുന്ന വിലയും തമ്മിലുള്ള ഡിഫറൻസ്, അതിന് വേണമെങ്കിൽ പറയാം, നമുക്ക് ഗ്രോസ് മാർജിൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മളൊരു 50,000 റുപ്പീസിന് സാധനം പർച്ചേസ് ചെയ്യുന്നു, ആ ഫുൾ ഗുഡ്സും നമ്മൾ സോൾഡ് ഫോർ ₹80,000 80,000 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ നമുക്ക് അതിൽ കിട്ടുന്ന ഗ്രോസ് മാർജിൻ എന്ന് പറയുന്നത് 80 - 50 30,000. അപ്പോൾ ആ രീതിക്ക് ആ ഗ്രോസ് മാർജിൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഈ ട്രേഡ് കിട്ടുന്ന ഗ്രോസ് മാർജിൻ ആയിരിക്കില്ല നമ്മുടെ ടേക്ക് ഹോം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവശം കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കില്ല. നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഈ ഗ്രോസ് മാർജിനിൽ നിന്നായിരിക്കും നമ്മുടെ എല്ലാ ബാക്കിയുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ്, നമ്മളെ ഷോപ്പിൻ്റെ റെൻ്റ് ഉണ്ടെങ്കിൽ, അവിടെ ജോലിക്കാരുണ്ടെങ്കിൽ അവരുടെ സാലറിയും മറ്റേ ഇലക്ട്രിസിറ്റി എല്ലാ ചിലവുകളെല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ അവസാനം കിട്ടുന്ന മിച്ചമുള്ള സർപ്ലസ്, ദാറ്റ് ഈസ് കാൾഡ് നെറ്റ് പ്രോഫിറ്റ്. അത് നമ്മൾ അടുത്ത സ്റ്റേജിലാണ് വരയ്ക്കുന്നത്. പക്ഷേ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഗ്രോസ് മാർജിൻ. അപ്പോൾ നമ്മൾ വാങ്ങുന്ന വിലയും വിൽക്കുന്ന വിലയും തമ്മിലുള്ള ഡിഫറൻസ്.
അപ്പോൾ അത് നമുക്ക് എന്താണ് ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്താണ് മെയിനായിട്ട് വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചിട്ട് ബാക്കി താഴോട്ട് പോകാം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട്, അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ശരിക്കും മീൻ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞു ഗ്രോസ് മാർജിൻ. അപ്പോൾ അല്ലെങ്കിൽ ഇതിന് നമ്മൾ പറയുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, ഈ ഗ്രോസ് പ്രോഫിറ്റ് കാണേണ്ട ഫോർമുല സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റ ഗുഡ്സിൻ്റെ കോസ്റ്റ്. അപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു സാധനം 50,000 റുപ്പീസിന് വാങ്ങുന്നു, അത് 80,000 വിൽക്കുന്നു. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു 50,000. അവിടെ ഒരു വേറെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. നേരെ മറിച്ച് വി ഹാവ് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ, ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് പർച്ചേസ് വരികയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുമ്പോൾ ഈ സ്റ്റോക്കും കൂടി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഫോർമുല ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ഫോർമുലയായിട്ട് എഴുതുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ്. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സാധനം വാങ്ങുമ്പോൾ അവിടെ കടയിൽ കൊടുക്കുന്ന വില ആയിരിക്കില്ല ആ സാധനം നമ്മുടെ ബിസിനസ് പ്ലേസ് വരെ എത്തുന്ന ചിലവ്, അതിൻ്റെ കോസ്റ്റായിട്ട് നമ്മൾ എടുക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞല്ലോ ഒരു സാധനം ഇപ്പോൾ 50,000 റുപ്പീസിൻ്റെ സാധനം അവിടെ നിന്ന് മേടിക്കുന്നു, അപ്പോൾ ആ പർട്ടിക്കുലർ പ്ലേസ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ നമുക്കൊരു 5,000 റുപ്പീസ് ചിലവായെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് റീച്ചിങ് അവർ ഗോഡൗൺ 55,000 ആയി. ഇത് നമ്മൾ 80,000 വിറ്റാൽ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 80,000 മൈനസ് 55, നോട്ട് 50. ഓക്കെ, അപ്പോൾ നമ്മൾ ബിസിനസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ സാധനം കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചിലവ് വരികയാണെങ്കിൽ ദറ്റ് ഈസ് നോൺ എസ് ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ആ ഡയറക്റ്റ് എക്സ്പെൻസ് കൂടെ കൂട്ടി വേണം നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണേണ്ട ഫോർമുല ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ട്രേഡിംഗ് ബിസിനസ് നടത്തുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് പർച്ചേസ്, അവരുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചിലവ് മാത്രമേ വരുള്ളൂ. നേരെ മറിച്ച് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി വിൽക്കുന്ന ഒരു ബിസിനസ്സാണ് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ് നടത്തുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഒരു റോ മെറ്റീരിയൽ അത് കൺവേർട്ട് ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ് ആകുന്ന വരെയുള്ള ഓൾ എക്സ്പെൻസ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വരുന്ന എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് എക്സ്പെൻസിനകത്ത് ഒരു ഫാക്ടറിയുടെ ചാർജസും കൂടി ഇതിനകത്ത് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് പർച്ചേസും വരാം പ്ലസ് റിലേറ്റഡ് ഫാക്ടറി നമ്മൾ ആ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെടുന്ന ഡയറക്റ്റ് എക്സ്പെൻസും ഇതിനകത്ത് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുൾ ഫോമിൽ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻ കണക്റ്റഡ് വിത്ത് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻ കണക്റ്റഡ് വിത്ത് ഫാക്ടറി. അപ്പോൾ ഇത്രയും കൂട്ടിയിട്ട് അതിൽ നിന്ന് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഇതും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഇത് വരയ്ക്കുന്ന അക്കൗണ്ട് നമ്മളിതെങ്ങനെ കണ്ടുപിടിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ലെഡ്ജർ ഫോമിൽ വരയ്ക്കുന്ന അക്കൗണ്ടായിട്ട് വരച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസും സെയിൽസും നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നെറ്റ് എടുക്കാവോ. പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ കുറച്ചിട്ട് നെറ്റ് പർച്ചേസ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, വേജസ് ഫാക്ടറി ആയിട്ട് ബന്ധപ്പെടുന്ന എക്സ്പെൻസാണ്. കേരേജ് ഇൻവേർട്സ് പർച്ചേസുമായിട്ട് ബന്ധമുള്ളതാണ്. പവർ ഫ്യൂവൽ പർച്ചേസുമായിട്ട് ഫാക്ടറി ആയിട്ട് ബന്ധമുള്ളതാണ്. ഡ്യൂട്ടി ക്ലിയറിംഗ് ചാർജസ് പർച്ചേസുമായിട്ട് ബന്ധം. അപ്പോൾ ഇങ്ങനെയുള്ള പർച്ചേസുമായിട്ട് എന്തൊക്കെ ബന്ധപ്പെട്ട ചിലവ് വരുന്നോ അതും ഫാക്ടറി ആയിട്ട് ബന്ധമുള്ള ചിലവ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമ്മളിവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടു. അതും ഈ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മുടെ ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്യും, പർച്ചേസ് ഡെബിറ്റ് ചെയ്യും, ബാക്കിയുള്ള ഡയറക്റ്റ് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യും. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, പിന്നെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ കുറയ്ക്കുന്നതിന് പകരം ക്രെഡിറ്റ് സൈഡിൽ എഴുതി ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ തിരിഞ്ഞാണെങ്കിൽ ഗ്രോസ് ലോസ്. ക്ലിയർ ആയല്ലോ? ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി നമുക്ക് അടുത്ത പാർട്ട് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിനായിട്ട് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്ത പാർട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളിറ്റിൽ പിന്നെ നമ്മളെ ഫാക്ടറി വരെ ഉള്ള കാര്യങ്ങളെ ട്രേഡിങ്ങിനകത്ത് വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ബാക്കി പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്ന ചിലവ്,
സെയിൽസുമായിട്ട് ബന്ധപ്പെടുന്ന ചിലവ്, ഓർ നമ്മൾ അസറ്റിനുണ്ടാകുന്ന ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നത്, പിന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫൈനൽ കണ്ടുപിടിക്കുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ടേക്ക് ഹോം പ്രോഫിറ്റ് എന്ന് പറയാം. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്ലിയർ ആണല്ലോ? പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രേഡിങ്ങിൽ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ്, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്നത്. ക്ലിയർ ആണല്ലോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട് prepared to find out the net profit earned or net loss incurred by a business during an accounting period. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന നോമിനൽ അക്കൗണ്ടാണ്. എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യും, ലോസും ഡെബിറ്റ് ചെയ്യും, ഇൻകവും ഗെയിനും ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ എക്സ്പെൻസ് ഇൻകം സൈഡ് കൂടി നിൽക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്, എക്സ്പെൻസ് സൈഡ് കൂടി നിൽക്കുകയാണെങ്കിൽ നെറ്റ് ലോസ്. ഓക്കെ, എന്താണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്? പ്രോഫിറ്റ് ആൻഡ് ലോസും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ മെയിൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് സാധാരണ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട്, അത് ബ്രോഡ് ഔട്ട്, അതായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ മെയിനായിട്ട് വരുന്ന ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ചിലവും, സാലറി, റെൻറ്റ്, ഇലക്ട്രിസിറ്റി, ബിൽഡിംഗ്, സ്റ്റേഷനറി, പോസ്റ്റേജ്, ടെലഗ്രാം, അങ്ങനെ വരുന്ന എല്ലാ ചിലവും, ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ചിലവും വരും. ഓഡിറ്റേഴ്സ് ഫീസ്, അതുപോലെ സെയിൽസുമായിട്ട് ബന്ധപ്പെടുന്ന അഡ്വർടൈസ്മെൻറ്റ്, കമ്മീഷൻ, ട്രാവൽ എസ്റ്റേറ്റ്, ഇങ്ങനെ എന്തൊക്കെ വരുന്നു അതെല്ലാം വരാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും ലോസ്, ഇപ്പോൾ ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൺട്രി ഡെറ്റേഴ്സ്, ആരും കാശ് തരാനുണ്ടാവും, അവർ തരാതെ നമുക്ക് കിട്ടില്ല, ഇറിക്കവറബിൾ ഡെറ്റ്സിനെയാണ് നമ്മൾ ബാഡ് ഡെറ്റ്സ്. ഇപ്പോൾ ലോസ്, അതുപോലെ അസറ്റിനുണ്ടാകുന്ന ഡിപ്രീസിയേഷൻ, പിന്നെ നമ്മൾ ബിസിനസ് ഉപയോഗിക്കുന്ന അസറ്റ് വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോസ് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഗെയിൻ ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന ഇൻകം, എന്തൊക്കെ ഇൻകം, റെസീറ്റ്സ്, ഇൻഡയറക്റ്റ് ഇൻകം വരുന്നു അതെല്ലാം എടുക്കും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദിസ് ഈസ് ആൾസോ എ നോമിനൽ അക്കൗണ്ട്. ഇവിടെയും നമ്മൾ റവന്യൂ നാച്ചുറൽ ഐറ്റം മാത്രമേ വരുള്ളൂ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റെസീറ്റ്സ് ഒന്നും നമ്മൾ ഇതിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യില്ല. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കിപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമുക്കിവിടെ ടോട്ടൽ കിട്ടും. സെയിം ടോട്ടൽ ചെയ്യുന്ന നമ്മളിവിടെ എഴുതുക. നമ്മൾ സാധാരണ ലെഡ്ജർ ചെയ്യുന്ന ബാലൻസ് ചെയ്യുക, നെറ്റ് ഡിഫറൻസ് ആയിരിക്കും നെറ്റ് പ്രോഫിറ്റ്. ഇതാണ് സെക്കൻഡ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഡിപ്പിക്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ഇറ്റ്സ് ഓൺലി എ സ്റ്റേറ്റ്മെൻറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ബാലൻസ് ഷീറ്റ് ഈ പറഞ്ഞ കണക്ക് രണ്ട് സൈഡ്, നമ്മൾ പഴയ സോൾ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് നമ്മൾ രണ്ട് സൈഡായിട്ട് തന്നെ എഴുതുന്നത്. ലെഫ്റ്റ് പോർഷനെ നമ്മൾ പറയും ലൈബിലിറ്റി സൈഡ്, അതുപോലെ റൈറ്റ് സൈഡ് നമ്മൾ പറയും അസറ്റ്. ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. ക്ലിയർ ആയല്ലോ? ബാലൻസ് ഷീറ്റ് ആസ് ഓൺ, നമ്മൾ ഏത് ഡേറ്റിലാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഡേറ്റ് എഴുതണം. എന്നിട്ട് ലെഫ്റ്റ് സൈഡ് നമ്മൾ ലൈബിലിറ്റി സൈഡ്, റൈറ്റ് സൈഡ് അസറ്റ് സൈഡ്. അപ്പോൾ ലൈബിലിറ്റി സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിസിനസ്സിൻ്റെ മെയിൻ ലൈബിലിറ്റി എന്ന് പറയുന്നത്, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അയാളുടെ മെയിൻ പൈസ മുടക്ക് മുതലായിട്ട് ആരുടെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത്? പ്രൊപ്രൈറ്ററുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്. ദറ്റ് ഈസ് കാൾഡ് ക്യാപിറ്റൽ. അപ്പോൾ ബിസിനസ്സിൻ്റെ മെയിൻ ഒരു ലൈബിലിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റലായിരിക്കും. അതുപോലെ ഈ പ്രൊപ്രൈറ്റർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കൊണ്ട് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇഫ് ഈ ബിസിനസ് ഏൺ പ്രോഫിറ്റ്, ദിസ് പ്രോഫിറ്റ് ആൾസോ പേബിൾ ടു പ്രൊപ്രൈറ്റർ. ബിസിനസ്സിനെ സംബന്ധിച്ച് ദാറ്റ് ഈസ് ആൾസോ ട്രീറ്റഡ് ആസ് ലൈബിലിറ്റി. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയാലും ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുകയാണെങ്കിൽ ദിസ് എമൗണ്ട് ഈസ് പേബിൾ ടു പ്രൊപ്രൈറ്റർ. അതുകൊണ്ടാണ് ലൈബിലിറ്റി സൈഡ്. അപ്പോൾ നമ്മൾ ഇവിടെ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ക്യാപിറ്റൽ മെയിലാണ്. അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഇനി നെറ്റ് ലോസ് ആണെങ്കിൽ പ്രൊപ്രൈറ്ററെ തിരിച്ചു പിടിക്കുക, അത് ലെസ് ചെയ്യാം, ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യാം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് പാർട്ട്നേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഡ്രോയിങ്സ് കുറയ്ക്കാം. അതുപോലെ ഒരു പുതിയൊരു ഐറ്റം ഉള്ളത്, നമുക്കിപ്പോൾ ഒരു സോൾ ട്രേഡർ ബിസിനസ്സിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ ലാഭം ഉണ്ടാക്കിയാൽ ദിസ് പ്രോഫിറ്റ് ഈസ് ഗോസ് ടു, അല്ലെങ്കിൽ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പ്രൊപ്രൈറ്റർ ആ പ്രോഫിറ്റ് പോകുന്നു. അപ്പോൾ ലയബിലിറ്റി ടു പേ ടാക്സ് വെസ്റ്റ് വിത്ത് ദ പ്രൊപ്രൈറ്റർക്കാണ് ആ ബാധ്യത. ഒരു സോൾ പ്രൊപ്രൈറ്റർ, ഒരു സിംഗിൾ ഓണർ ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന ലാഭം കിട്ടുന്നത് പ്രൊപ്രൈറ്റർക്കാണ്. ആ ടാക്സിൻ്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രൊപ്രൈറ്ററുടെ പേഴ്സണൽ ലയബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് സോൾ പ്രൊപ്രൈറ്റർ ഫോമിൽ നമ്മൾ ഇൻകം ടാക്സ് കൊടുത്തായിട്ട് കാണിക്കുന്നതാണെങ്കിൽ ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ഡ്രോയിങ്സിൻ്റെ സെയിം എഫക്റ്റ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ?
പിന്നെ ബാക്കി എന്തൊക്കെ ലയബിലിറ്റീസ് ഉണ്ടോ, നമുക്ക് ഇവിടെ ലോങ് ടേം ലയബിലിറ്റി വരാം, ഷോർട്ട് ടേം ലയബിലിറ്റി. ഇപ്പോൾ ലോങ് ടേം ലയബിലിറ്റിയാണ് നമുക്ക് പറയാം ബാങ്ക് ലോൺ ഇങ്ങനെയൊക്കെ വരുന്നത്. അതിനെ നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റി എന്നും പറയാം. അതുപോലെ ഈ മറ്റത് കറണ്ട് ലയബിലിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റിക്ക് അത് മെയിനായിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞില്ലേ, ട്രേഡ് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേബിൾ, ബിൽസ് പേബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇങ്ങനെ വരുന്ന എല്ലാം വരും. വെളിയിൽ എന്തൊക്കെ ഓബ്ലിഗേഷൻ, ബിസിനസ്സിന് എന്തൊക്കെ ഓബ്ലിഗേഷൻ ഉണ്ടോ അതെല്ലാം നമുക്ക് ഇതിനകത്തൊരു ലയബിലിറ്റി സൈഡിൽ വരും. അതുപോലെ അസറ്റ് സൈഡിൽ മെയിനായിട്ട് നമുക്ക് അസറ്റ് എന്ന് പറയുന്നത് 2 ടൈപ്പാണ്. ഫിക്സഡ് അസറ്റും അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റും കറണ്ട് അസറ്റും. ഈ നോൺ കറണ്ട് അസറ്റിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന ഫിക്സഡ് അസറ്റ് വരും, പിന്നെ നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ വരാം. പിന്നെ കറണ്ട് അസറ്റിനകത്ത് നമുക്ക് വരുന്നത് ഒരു വർഷത്തെ നമ്മൾ സർക്കുലേറ്റിംഗ് അസറ്റ് വേണമെങ്കിൽ പറയാനാണ്, കറങ്ങി വരുന്ന അസറ്റ്. അതിനകത്ത് വരുന്നത് സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക്, അക്രൂഡ് ഇൻകം, ഇന്ധം കിട്ടാനുള്ള പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇങ്ങനെ വരുന്നതൊക്കെയാണ് നമ്മൾ കറണ്ട് അസറ്റ്സിൽ വരുന്നത്. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഡിപ്പിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനാണ്. ആസ് ഓൺ ഡേറ്റിൽ നമുക്ക് എന്തൊക്കെ അസറ്റ്സ് ഉണ്ട്, എന്തൊക്കെ ബാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നതാണ് ബാലൻസ് ഷീറ്റ്. ക്ലിയർ ആയിരുന്നു. ഇത്രയാണ് നമ്മുടെ ഫൈനൽ അക്കൗണ്ട് വരുന്നത്. ഇനി അപ്പോൾ നമുക്ക് നോട്ട്സിൻ്റെ പാർട്ട് നമുക്ക് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ, കണ്ടെയ്ൻ 3 പാർട്ടാണ്: ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഗ്രോസ് മാർജിൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മുടെ ടേക്ക് ഹോം പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ. ബാലൻസ് ഷീറ്റ് ടു ഡിപ്പിക്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് ഓൺ ഡേറ്റ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞു വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് കണ്ടുപിടിക്കുക. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, കാരിയേജ്, വേജസ്, ഡ്യൂട്ടി ക്ലിയറേജ് എല്ലാം തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് അല്ലേ, നെറ്റ് പർച്ചേസ് റിട്ടേൺ കഴിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ്, അപ്പോൾ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൂ നമ്മൾ എഴുതേണ്ടത് ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ. ആസ് ഓൺ നമ്മൾ ഏത് ഡേറ്റ്, ഇപ്പോൾ 31/3/2017 ആണെങ്കിൽ ആസ് ഓൺ 31/3/2017. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന അറ്റ് ദി എൻഡ് ഓഫ് എ പീരീഡിലാണ്. ഒരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഡേറ്റാണ് ഇവിടെ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ആസ് ഓൺ 31 March 2017. എന്നിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം ഫസ്റ്റ് ഐറ്റം നമ്മളിവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉൾപ്പെടുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ ആദ്യം എടുക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ, ഓപ്പണിംഗ് സ്റ്റോക്ക്. അതിൻ്റെ കൂടെ നമ്മൾ പർച്ചേസ് എപ്പോഴും എടുക്കുമ്പോൾ പർച്ചേസ് ചെയ്യുന്ന റിട്ടേൺസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. അപ്പോൾ നെറ്റ് പർച്ചേസ് എടുക്കാവും, നെറ്റ് പർച്ചേസ്. അതുപോലെ വേജസ്, കാരിയേജ് ഇൻവേർട്സ്. ഇപ്പോൾ വേജസ് ഫാക്ടറി ആയിട്ട് ബന്ധപ്പെടുന്ന ചിലവാണ്. അതുപോലെ കാരിയേജ് ഇൻവേർട്സ് പർച്ചേസുമായിട്ട് ബന്ധപ്പെടുന്ന ചിലവാണ്. അതുപോലെ പവർ ആൻഡ് ഫ്യൂവൽ ഫാക്ടറി ആയിട്ട് ബന്ധപ്പെടുന്ന ചിലവ്. അതുപോലെ ഡ്യൂട്ടി ക്ലിയറിംഗ് ചാർജസ് അത് പർച്ചേസുമായിട്ട് ബന്ധം. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. ഇതും നമ്മളെ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ്. സെയിൽസ് നമ്മൾ നെറ്റ് സെയിൽസ് എടുക്കാവും, ഡിഫറൻസ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ്. ക്ലിയർ ആയല്ലോ. ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ബ്രോഡ് ഡൗൺ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബ്രോഡ് ഡൗൺ ചെയ്തിട്ടായിരിക്കും ബാക്കി ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്ന ചിലവും മറ്റേ കഴിഞ്ഞ് നെറ്റ് പ്രോഫിറ്റ് കണ്ടു. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി നമുക്കൊരു വേറൊരു ക്വസ്റ്റ്യൻ പരിശോധിക്കാം, രണ്ടും കൂടിയുള്ള ഒരു ക്വസ്റ്റ്യൻ. ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മിക്കവാറും ഫൈനൽ അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ 2 രീതിക്ക് വരാം. അപ്പോൾ +1 സ്റ്റുഡൻസൊക്കെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ അവർക്ക് ഈ ക്വസ്റ്റ്യൻ തരുമ്പോൾ കുറേ വെറുതെ ബാലൻസസ് മാത്രം തരും. അപ്പോൾ അങ്ങനെ തന്നിട്ട് നമുക്ക് ട്രയൽ ബാലൻസ് എഴുതി പിന്നെ നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രയൽ ബാലൻസ് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. ട്രയൽ ബാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഒരു ലെഡ്ജറിൻ്റെ അബ്സ്ട്രാക്ട്, ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമുക്കുള്ള അക്കൗണ്ട്സിൻ്റെ ലെഡ്ജർ ബാലൻസ് ആണ് നമ്മൾ ഈ ട്രയൽ ബാലൻസിൽ കൂടെ കാണുന്നത്. അപ്പോൾ ഈ ട്രയൽ ബാലൻസിൽ 2 കോളമാണുള്ളത്, ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് ബാലൻസ് വരുന്ന ഐറ്റം ഒന്നുകിൽ എക്സ്പെൻസ് ഓർ അസറ്റ് ആയിരിക്കും. എക്സ്പെൻസ് ഓർ അസറ്റ്
അതുപോലെ ക്രെഡിറ്റ് വരുന്നത് ഇൻകം അല്ലെങ്കിൽ ലയബിലിറ്റി ആയിരിക്കും, മസ്റ്റായിരിക്കും, അത് പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ +1 സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇതുപോലെ ഒരു കുറേ ബാലൻസസ് ഇതുപോലെ ഹെഡും തന്നും ബാലൻസ് മാത്രം തരും, ഡെബിറ്റും ക്രെഡിറ്റും തന്നിട്ടില്ല. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എത്രയേ ഉള്ളൂ, നമ്മളൊരു ഐറ്റം വായിച്ചിട്ട് എക്സ്പെൻസ് ആണോ അസറ്റ് ആണോ നോക്കുക, എങ്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഇൻകോ അല്ലെങ്കിൽ ലയബിലിറ്റി ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്. നമുക്ക് ഫില്ല് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കറക്റ്റ് ട്രയൽ ബാലൻസ് കറക്റ്റായിട്ട് കിട്ടും. ക്ലിയർ ആയാലും. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, കാരേജ് ഇൻവേഴ്സ്, വേജസ്, ഡ്യൂട്ടി ക്ലിയറിംഗ് ചാർജസ്, പവർ ആൻഡ് ഫ്യൂവൽ, സാലറീസ് ആൻഡ് അലവൻസ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ക്യാപിറ്റൽ, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, ഫർണിച്ചർ ആൻഡ് ഫീച്ചേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്, റെൻറ്റ്, ഇങ്ങനെ കുറേ ഐറ്റം തന്നു. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഐറ്റം, അപ്പോൾ നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ, സ്റ്റോക്ക് എന്ന് പറയുന്ന അസറ്റ് ആണെങ്കിലും നമ്മൾ ഇത് മെറ്റീരിയൽ എത്ര കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ആ ചേഞ്ചസ് ഇൻ ഇൻവെൻട്രി കൺസിഡർ ചെയ്യണം. സാധനം വാങ്ങിയതും ഇപ്പോൾ ഉള്ള സ്റ്റോക്കും നമ്മളെ ഡിഫറൻസ് നമ്മുടെ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ വരും. അതുകൊണ്ടാണ് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കുന്നത്. അല്ലാതെ നോർമലി അസറ്റ് ആൻഡ് ലയബിലിറ്റി നമ്മൾ ഈ നോമിനൽ അക്കൗണ്ടിൽ എടുക്കാറില്ല. ബട്ട് ഇതിൻ്റെ ഇഫക്റ്റ് ഗോസ് ടു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അതുകൊണ്ട് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ് ആകുമ്പോൾ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് നമ്മൾ സാധാരണ കാണുന്നത്. ഒറ്റ ഹെഡിങ്ങിൽ നമുക്ക് വരയ്ക്കാം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഒറ്റ ഹെഡിങ് നമുക്ക് എഴുതാം. ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക, എന്നിട്ട് താഴെ ബാലൻസ് ഷീറ്റ് പ്രത്യേകം വരയ്ക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ. എന്നിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ട്, ഇതിനകത്ത് ഓരോ ഐറ്റം ഏത് ഹെഡിൽ പോകും, ട്രേഡിങ്ങിൽ പോവോ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പോവോ ബാലൻസ് ഷീറ്റിൽ പോകുമോ നമ്മൾ മനസ്സിലാക്കിയാൽ ഈ കണക്കിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആൾറെഡി പഠിച്ചു. ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലേ, ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് വേണം, പർച്ചേസ് വേണം, പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം ചെയ്തേക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് 15,000. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ഐറ്റം പർച്ചേസ് 1,60,5,000 പർച്ചേസ് റിട്ടേൺ ഉണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എഴുതേണ്ടത് പർച്ചേസ് ലെസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 25,000 നമ്മൾ എഴുതി. ദെൻ പർച്ചേസ് 1,60,000, അതിൽ നമ്മൾ 5,000 കുറച്ചിട്ട് 1,55,000. ക്ലിയർ ആയല്ലോ. 1,55,000 ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസ് കഴിഞ്ഞു. അടുത്ത പർച്ചേസ് റിട്ടേൺസ് എടുത്തു. ദെൻ സെയിൽസ് റിട്ടേൺ. സെയിൽസ് അതുപോലെ ക്രെഡിറ്റ് സൈഡിലുള്ള ഫസ്റ്റ് ഐറ്റമാണ് സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കണം. അപ്പോൾ 260 നിന്ന് നമ്മൾ 5 കുറച്ചിട്ട് 255 അല്ലേ, 2,55,000 സെയിൽസ്. അത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 2,55,000. ക്ലിയർ ആയല്ലോ. അതുപോലെ നെക്സ്റ്റ് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ട്രേഡിംഗ്. പിന്നെ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റം ഒന്ന് കാരേജ് ഇൻവേർട്സ് അല്ലേ. കാരേജ് ഇൻവേർട്സ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യുക. കാരേജ് ഇൻവേർട്സ് 4,500. അതുപോലെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് വേജസ് അല്ലേ, ഫാക്ടറി ആയിട്ട് ബന്ധപ്പെടുന്ന ചിലവാണ്. ഇറ്റ് ബി ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് എക്സ്പെൻസ്. വേജസ് ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഡ്യൂട്ടി ക്ലിയറിംഗ് ചാർജസ് ആൾസോ കം അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസ് 3,000. അതും നമുക്ക് 3,000 ഡ്യൂട്ടി ആൻഡ് ക്ലിയറിംഗ് ചാർജസ്. ഓക്കെ, ഇനി ഡ്യൂട്ടി ക്ലിയറിംഗ് പവർ ഫ്യൂവൽ അല്ലേ. പവർ ഫ്യൂവൽ ഫാക്ടറി ആയിട്ട് ബന്ധപ്പെടുന്ന ചിലവാണ്, അതും നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ക്ലിയർ ആയല്ലോ. ഇനി അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കായി, പർച്ചേസായി, സെയിൽസ് എടുത്തു, സെയിൽസ് റിട്ടേൺ അഡ്ജസ്റ്റ് ചെയ്തു, കാരേജ് ഇൻവേഴ്സ്, വേജസ്, ഡ്യൂട്ടി ക്ലിയറിംഗ് ചാർജ്, പവർ ഫ്യൂൽ. എന്നിട്ട് നമ്മൾ ഓടിച്ച് നോക്കുക ഫാക്ടറി ആയിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും ചിലവുകളുണ്ടോ. ഇവിടെ നമുക്ക് പരിശോധിച്ചാൽ ഫാക്ടറി ആയിട്ട് ബന്ധപ്പെടുന്ന കാര്യമായിട്ട് ഒരു ചിലവുമില്ല അല്ലേ. ഓഡിറ്റേഴ്സ് ഇതെല്ലാം ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്ന ചിലവാണ്, അതുകൊണ്ട് നമ്മൾ ഇതിനെ ബാധിക്കുക, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും നോർമൽ, അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് പർച്ചേസ്, അല്ലെങ്കിൽ എപ്പോഴും ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് താഴെ അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും പറയാം. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ എഫക്റ്റ് 2 സ്ഥലത്ത് വരും, കൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഇടണം. ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലിയർ ആണ്.
അപ്പോൾ ഇത്രയാണ് ട്രേഡിംഗ്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൽ 255 + 28 283. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇത്രയും കുറയ്ക്കുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഔട്ട് 7800 ബ്രോഡ് ഔട്ട് ചെയ്യും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതുവരെ ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ വീണ്ടും പരിശോധിച്ചിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരുന്ന ഏതൊക്കെ ഐറ്റം വരാൻ സാധ്യതയുണ്ടോ, ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത പ്രോബ്ലമാണ്. അതുകൊണ്ട് വേറെ കൺഫ്യൂഷനുകൾ നമ്മൾ ട്രയൽ ബാലൻസ് മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി. ഇതിനകത്തുള്ള ഐറ്റം മാത്രം നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് സാലറീസ് ആൻഡ് അലവൻസ്. അത് നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡെബിറ്റ് ചെയ്യണം സാലറീസ് ആൻഡ് അലവൻസ്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വൺ ഡിസ്കൗണ്ട് റിസീവ്ഡ് അല്ലേ. ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻഡയറക്റ്റ് ഇൻകം ആണ്, ക്രെഡിറ്റ് ചെയ്യണം ഡിസ്കൗണ്ട് റിസീവ്ഡ്. ദെൻ അതുപോലെ നെക്സ്റ്റ് ഐറ്റം ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ പോകേണ്ട ഐറ്റമാണ് പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം. പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡെബിറ്റ് ചെയ്യണം പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം 2000. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഫർണിച്ചർ ആൻഡ് ഫീച്ചേഴ്സ് അസറ്റ് ആണ്. അഡ്വർടൈസ്മെൻറ്റ് അല്ലേ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, സെയിൽസുമായിട്ട് ബന്ധപ്പെടുന്ന ചിലവാണ്. അതും പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡെബിറ്റ് ചെയ്യാം അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് കഴിഞ്ഞു. റെൻറ്റും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡെബിറ്റ് ചെയ്യണം റെൻറ്റ് 5000. ഓക്കെ, ദെൻ അടുത്ത ഐറ്റം റെൻറ്റ് പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി 2000. അത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിലും അതുപോലെ ഡെബിറ്റ് ചെയ്യണം. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് 2000. അതുപോലെ മെഷീനറി അസറ്റാണ്, ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെ അസറ്റാണ്. ബാഡ് ഡെറ്റ്സ് അല്ലേ. ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറിക്കവറബിൾ ഡെറ്റ്സ് ആണ്, ലോസ് ആണ്, കിട്ടാക്കടം. അപ്പോൾ ബാഡ് ഡെറ്റ്സ് ലോസ് ആണ്, പി ആൻഡ് എൽ ഡെബിറ്റ് ചെയ്യണം. ബാഡ് ഡെറ്റ്സ് 1500. ക്ലിയർ ആയല്ലോ? പി ആൻഡ് എൽ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ നെക്സ്റ്റ് ഐറ്റം ഡിപ്രീസിയേഷൻ. അതും നേരത്തെ പറഞ്ഞു അസറ്റിനുണ്ടാകുന്ന തേയ്മാന് നമുക്ക് ലോസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ 3500. ക്ലിയർ ആയല്ലോ? അതുപോലെ നെക്സ്റ്റ് ഐറ്റം ടാക്സസ് ആൻഡ് ഇൻഷുറൻസ്. ടാക്സസ് ആൻഡ് ഇൻഷുറൻസ് ആൾസോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ടാക്സസ് ആൻഡ് ഇൻഷുറൻസ് 4000. ദെൻ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സൺട്രി ഡെറ്റേഴ്സ് അസറ്റാണ്, ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി, ഔട്ട്സ്റ്റാൻഡിങ് സാലറി. അപ്പോൾ സാലറി എക്സ്പെൻസ് ആണ് ഡെബിറ്റ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി മീൻസ് സാലറി കൊടുക്കാനുണ്ട്, ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് അല്ലേ, നമുക്ക് കൊടുക്കാനുണ്ട്. ദിസ് ഈസ് ലയബിലിറ്റി. ഇത് ബാലൻസ് ഷീറ്റിലേക്ക് പോകും. ബിൽ റെസീവബിൾ അസറ്റ്, പ്രീപെയ്ഡ് ഇൻഷുറൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. അതും നമ്മുടെ ചിലവല്ല, ഈസ് ആൻ അസറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. അതുപോലെ ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റ്. ദെൻ അടുത്ത ഓഡിറ്റേഴ്സ് ഫീ. ഓഡിറ്റർ ഫീ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡെബിറ്റ് ചെയ്യണം. ഓഡിറ്റ് ഫീ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡ് കൂട്ടുക 78,800 + 79,500 ടോട്ടൽ കിട്ടും. ആ സെയിം ടോട്ടൽ ഇവിടെ എഴുതുക 79,500. അപ്പോൾ നമ്മൾ ഇത്രയും കുറച്ചപ്പോൾ നമുക്ക് കിട്ടും നെറ്റ് പ്രോഫിറ്റ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ബാലൻസ് ഷീറ്റ്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഇത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്ലിയർ ആയല്ലോ? നമ്മളെടുത്ത ഐറ്റംസ് ഒക്കെ മനസ്സിലായല്ലോ? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മളെടുത്ത ഐറ്റംസ് എന്ന് പറയുന്നത് സാലറീസ് ആൻഡ് അലവൻസ് എടുത്തു, ഡിസ്കൗണ്ട് റിസീവ്ഡ് ക്രെഡിറ്റ് ചെയ്തു, ബാക്കി പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എക്സ്പെൻസ് എടുത്തു, ഫർണിച്ചറൊക്കെ അസറ്റാണ് എടുക്കേണ്ട, അഡ്വർടൈസ്മെൻറ്റ്, റെൻറ്റ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഡെബിറ്റ് ചെയ്തു, അതുപോലെ ബാഡ് ഡെറ്റ്സ്, ഡിപ്രീസിയേഷൻ, ലോസ് ഡെബിറ്റ് ചെയ്തു, അതുപോലെ ടാക്സസ് ആൻഡ് ഇൻഷുറൻസ്, ദെൻ ഓഡിറ്റ്. ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്ലോസ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഈ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, 79,500 കുറയ്ക്കും 43,000. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞു, ലെഫ്റ്റ് സൈഡിൽ നമുക്കിപ്പോൾ ക്യാപിറ്റൽ, നമ്മൾ ലയബിലിറ്റി സൈഡ് ആദ്യം ഫസ്റ്റ് ഐറ്റം ക്യാപിറ്റൽ. നമുക്കിതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇത് ഫിക്സഡ് ഐറ്റംസ് മുകളിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് താഴെ ലിക്വിഡിറ്റി ബേസിലെടുക്കാം, അല്ലെങ്കിൽ തിരിച്ചെഴുതാം. ഏതെങ്കിലും ഒരു ഓർഡർ ഫോളോ ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ക്യാപിറ്റൽ നമ്മുടെ ക്വസ്റ്റ്യനകത്തുള്ള എന്തൊക്കെ നമുക്കറിയാം, ക്വസ്റ്റ്യൻ പരിശോധിച്ചറിയാം. ഇനി ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് എടുക്കേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. അപ്പോൾ ക്യാപിറ്റൽ 75,000 അതാണ് മെയിൻ ലയബിലിറ്റി. ക്യാപിറ്റൽ ഇന്നർ കോളത്തിൽ എഴുതാവും. ഇന്നർ കോളത്തിൽ നമ്മൾ എഴുതിയിട്ട് ക്യാപിറ്റൽ ഇന്നർ കോളത്തിൽ എഴുതാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? 75,000. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ വർഷം കിട്ടിയ നെറ്റ് പ്രോഫിറ്റ്, നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? പ്രോഫിറ്റിൻ്റെ കൂടെ ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് താഴെ എഴുതുക. എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് ഡ്രോയിങ്സ് അവർ പറയുന്നുണ്ട് 5,500 ഡ്രോയിങ്സ്. ഓക്കെ,
5500 ഡ്രോയിങ്സ് നമ്മൾ ലെസ് ചെയ്യണം. കിട്ടിയ ആൻസർ ഔട്ടർ കോളത്തിൽ ചെയ്താൽ ക്ലിയർ ആയല്ലോ. അപ്പോൾ ക്യാപിറ്റൽ നമ്മൾ ഇന്നർ കോളത്തിൽ ചെയ്തിട്ട് അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഇപ്പോൾ നെറ്റ് ലോസ് ആയിരുന്നെങ്കിൽ മൈനസ് ചെയ്യണമായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ക്യാപിറ്റലിൻ്റെ കൂടെ വേറെ ഈ ക്വസ്റ്റ്യനകത്ത് ഇല്ല ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ ഇങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ ഡ്രോയിങ്സ് ലെസ് ചെയ്യാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇപ്പോൾ ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ പർപ്പസ് ഡ്രോയിങ്സ് ആയിട്ട് കൊണ്ടുപോയാലും ലെസ് ചെയ്യാം. അതുപോലെ ഇൻകം ടാക്സ് പെയ്ഡ് പേഴ്സണൽ എക്സ്പെൻസ് ആണ്, അത് കൊണ്ടുപോയാലും ഇങ്ങനെ പേഴ്സണൽ ബന്ധപ്പെടുന്ന എല്ലാം ഡ്രോയിങ്സ് ആയിട്ട് ഇത് ലെസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു, ബാലൻസ് ഷീറ്റ് ക്യാപിറ്റൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ വായിച്ച് ഓരോ ഐറ്റം നമ്മൾ ചെക്ക് ചെയ്ത് വരിക. അപ്പോൾ ക്യാപിറ്റൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഐറ്റം വായിക്കുമ്പോൾ ഇവിടെ ഫർണിച്ചർ 10,000. ഫർണിച്ചർ നമുക്കറിയാം അസറ്റാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് ഫർണിച്ചർ 10,000. ഓക്കെ, ഫർണിച്ചർ 10,000. അതുപോലെ ഫർണിച്ചർ 10,000. ഫർണിച്ചർ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ എടുത്തു. മെഷീനറി 18,000. അതും നമ്മൾ അസറ്റായിട്ട് വരും. മെഷീനറി 18,000 അത് നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ അടുത്തത് മെഷീനറി കഴിഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് അല്ലേ 8,589. ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് അത് രണ്ടും അസറ്റാണ്. അത് നമ്മൾ എഴുതുക. ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. ഓക്കെ, രണ്ടും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് സൺട്രി ഡെറ്റേഴ്സ് അല്ലേ. സൺട്രി ഡെറ്റേഴ്സ് അസറ്റാണ് 26,000. സൺട്രി ഡെറ്റേഴ്സ് 26,000 അത് നമ്മൾ ആൾറെഡി മാർക്ക് ചെയ്തു. സൺട്രി ഡെറ്റേഴ്സ്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് വരുന്ന ഐറ്റം സൺട്രി ക്രെഡിറ്റേഴ്സ് 12,000 അല്ലേ. സൺട്രി ക്രെഡിറ്റേഴ്സ് അത് ലയബിലിറ്റിയാണ്. ലയബിലിറ്റി സൈഡിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് 12,000. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് നമുക്ക് വരുന്ന ഐറ്റം സൺട്രി ക്രെഡിറ്റേഴ്സിന് ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമ്മൾ സാലറി കൊടുക്കാനുണ്ട്. ക്രെഡിറ്റ് ബാലൻസ് ആണ് ലയബിലിറ്റി. അപ്പോൾ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി 3,200. അതുപോലെ നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് ബിൽസ് റെസിവബിൾ. ബിൽ റെസിവബിൾ അസറ്റാണ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ വരും. ബിൽസ് റെസിവബിൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ബിൽസ് റെസിവബിൾ കഴിഞ്ഞാൽ പ്രീപെയ്ഡ് എക്സ്പെൻസ്. നമ്മൾ പറഞ്ഞില്ല എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അതിനാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, മുൻകൂർ കൊടുക്കുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആ ഇയർ എൻഡിൽ ഈ എമൗണ്ട് വേറൊരാളുടെ കയ്യിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ദാറ്റ് എമൗണ്ട് ഈസ് ആൻ അസറ്റ്. ഓക്കെ, കാരണം ബിക്കോസ് നമ്മുടെ ചിലവായിട്ടില്ല. ചിലവിന് മുമ്പ് നമ്മൾ ഒരാളുടെ കയ്യിൽ അഡ്വാൻസ് ആയിട്ട് പൈസ കൊടുക്കുകയാണെങ്കിൽ ഒരാളുടെ കയ്യിൽ നമ്മൾ കാശ് ഏൽപ്പിച്ചാൽ നമുക്ക് കിട്ടാനുള്ള പൈസ സെയിം ഇഫക്റ്റാണ്. ദാറ്റ് വിൽ ബി ട്രീറ്റഡ് അസറ്റ്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് അത് അസറ്റായിട്ട് കാണിക്കണം. പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റ് അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ട്രയൽ ബാലൻസ് വിട്ട് ട്രയൽ ബാലൻസിനകത്ത് വരുന്ന ഐറ്റം. ഓക്കെ, ട്രയൽ ബാലൻസിനകത്ത് വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റിലെ വരാം. അപ്പോൾ ഇതെല്ലാം ആൾറെഡി നമ്മൾ ഡബിൾ എൻട്രി ആസ്പെക്റ്റ് കംപ്ലീറ്റ് ചെയ്ത കാര്യമാണ് ഈ ട്രയൽ ബാലൻസിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇഫക്റ്റ് ഓട്ടോമാറ്റിക് മറ്റേലോട്ട് ചെന്നോളും, കുഴപ്പമില്ല. നേരെ മറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ട്രയൽ ബാലൻസ് വിട്ട് ഏതെങ്കിലും ഒരു ഐറ്റം എടുക്കുകയാണെങ്കിൽ അത് ഇനി നമ്മൾ തുടർന്നുള്ള ക്ലാസ്സിൽ വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഈ ട്രയൽ ബാലൻസ് കഴിഞ്ഞ് എന്ത് കാര്യം പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ വി മസ്റ്റ് ഗീവ് 2 ഇഫക്റ്റ്. ആ ഡബിൾ എൻട്രിയുടെ ഇഫക്റ്റ് നമ്മൾ കൊടുക്കണം, 2 ഇഫക്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആവില്ല. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ആദ്യം യൂസ്ഡ് ഫോർ ഫൈൻഡ് ഔട്ട് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഡിഫറൻസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ഇൻവെൻട്രി അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ക്ലോസ് ചെയ്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിന് വേണ്ടി ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ എടുത്തു. ഇനി ബാലൻസ് ഷീറ്റിൽ അസറ്റായിട്ട് കാണിക്കണം ഈ സംഭവം. ഓക്കെ, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് ക്ലോസിംഗ് സ്റ്റോക്ക് 28,000. അപ്പോൾ നമ്മൾ കൂട്ടി നോക്കിയാൽ 2 സൈഡും ടാലി കിട്ടും. ക്ലിയർ ആണല്ലോ. ഇതാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എഴുതുമ്പോൾ ഞാനൊന്ന് ഓടിച്ച് പറയാം, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക്. അത് ഈ ഓർഡർ മസ്റ്റായിട്ട് എഴുതുക. ഓപ്പണിംഗ് സ്റ്റോക്ക്. 2 പർച്ചേസ് എഴുതും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നെറ്റ് പർച്ചേസ് എടുക്കാവൂ. പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ
പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ മൈനസ് ചെയ്തിട്ട് നെറ്റ് പർച്ചേസ് എടുക്കാവും. പിന്നെ വരുന്നത് 2 കാറ്റഗറിയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. റിലേറ്റഡ് ഇൻ കണക്റ്റഡ് വിത്ത് പർച്ചേസും ഇൻ കണക്റ്റഡ് വിത്ത് ഫാക്ടറിയായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ ഫാക്ടറിയിലുള്ള വർക്കേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ വേജസ്. അപ്പോൾ വേജസ് വന്നാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കണം. സാലറി ആണെങ്കിൽ ട്രീറ്റഡ് ആസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റുഡൻസിനകത്ത് നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യനകത്ത് കാണാറുള്ള ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ സാലറീസ് ആൻഡ് വേജസ്. ചില ക്വസ്റ്റിനകത്ത് വേജസ് ആൻഡ് സാലറീസ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ്. അതിനകത്ത് എത്ര വേജസ് എത്ര സാലറി എന്ന് നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു കൺഫ്യൂഷൻ വരാം. പല ടെക്സ്റ്റിലും നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ സ്റ്റുഡൻസ് വേറെ കൺഫ്യൂഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഏതാണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് വേജസ് ആൻഡ് സാലറി എന്ന് പറയുകയാണെങ്കിൽ വി ക്യാൻ ട്രീറ്റ് ആസ് ഡയറക്റ്റ് എക്സ്പെൻസ്. സാലറീസ് ആൻഡ് സാലറിയാണ് ഫസ്റ്റ് പ്രിഫർ ചെയ്യണമെങ്കിൽ വി ക്യാൻ ടേക്ക് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത്രയേ ഉള്ളൂ. അത് ഇടയ്ക്ക് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അത് നമുക്ക് വേറെ നിവൃത്തിയില്ല. കാരണം അതിനകത്ത് വേജസ് എത്ര സാലറി എത്ര നമുക്ക് സെഗ്രിഗേഷൻ അറിയില്ല. അപ്പോൾ വിച്ച് ഈസ് ഗീവൺ മോർ പ്രയോറിറ്റി വിൽ കൺസിഡർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേജസ് ആൻഡ് സാലറി ആദ്യം വേജസ് ആണ് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ വി ക്യാൻ ടേക്ക് അസ് ഡയറക്റ്റ് എക്സ്പെൻസ്, ട്രീറ്റഡ് അസ് ഡയറക്റ്റ് എക്സ്പെൻസ്, അതർവൈസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ. വേജസ്, ദെൻ കേരിയേജ് ഇൻവേഴ്സ്. അത് ഞാൻ പറഞ്ഞു, പർച്ചേസുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ചെലവും എന്ന് പറയുന്നത് കേരിയേജ് ഇൻവേഴ്സ്. വെറും കേരിയേജ് വരികയാണ്. അല്ലെങ്കിൽ ഫ്രൈറ്റ് ഇൻവേഴ്സ്. ക്ലിയർ ആയല്ലോ. അതുപോലെ ഡ്യൂട്ടി ക്ലിയറിംഗ് ചാർജസ്, ഒക്ട്രോയി, ഇമ്പോർട്ട് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി, ഇങ്ങനെ വരുന്ന എല്ലാം നമ്മളൊരു പർച്ചേസ് സാധനം വാങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചെലവും വിൽ ബി ട്രീറ്റഡ് ആസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ക്ലിയർ ആയല്ലോ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, റാ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുകയാണെങ്കിൽ ഫാക്ടറിയായിട്ട് ബന്ധപ്പെടുന്ന ചിലവ്. ഫാക്ടറിയിലെ മെയിൻ ചിലവ് എന്ന് പറയുന്നത് വേജസ് ആയിരിക്കും. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ പവർ, ഫ്യൂവൽ കേൾക്കുമ്പോൾ അറിയാം. ഓഫീസിലൊന്നും പവറും ഫ്യൂവലിൻ്റെ ആവശ്യമില്ല. ലൈറ്റിംഗ്, ഹീറ്റിംഗ്, അല്ലേ, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണ ഫാക്ടറിയുടെ ചിലവായിട്ട് എടുക്കാം. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഡയറക്റ്റ് ഫാക്ടറി എക്സ്പെൻസ് എന്ന് പറയും. അങ്ങനെ വരുന്ന ഐറ്റം. ഇത്രയാണ് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, ക്ലോസ് സ്റ്റോക്ക് നോർമൽ പ്രോബ്ലം ആണ്. വിത്തൗട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള പ്രോബ്ലം എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഫെയിലാക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയാം. ട്രയൽ ബാലൻസിന് താഴെ ക്ലോസ് സ്റ്റോക്ക് എന്നുള്ള ഒറ്റ ഐറ്റം മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ഐറ്റത്തിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആകണ്ട. ഇപ്പോൾ നമുക്കൊരു ട്രയൽ ബാലൻസ് സിമ്പിൾ ഒരു പ്രോബ്ലം വന്നാൽ നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ എഴുതി ബാലൻസ് ഷീറ്റ് എഴുതി ടാലി ആക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ തന്നു നമുക്ക് കിട്ടി. ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് ഇത് ടാലീഡ് ആണ്. രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ക്ലോസ് സ്റ്റോക്ക് താഴെയാണ്, നമ്മൾ ഇതിന് 2 എഫക്റ്റ് കൊടുക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ 100% ബാലൻസ് ഷീറ്റ് ടാലി ആവും. അതിനകത്ത് ഏതൊരു സംശയമില്ല. ഈ ക്വസ്റ്റ്യൻ തന്ന ട്രയൽ ബാലൻസ് ടാലീഡ് ആണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബേസ് ചെയ്ത് പ്രോബ്ലം ചെയ്താൽ 100% ടാലി ആവും. നേരെ മറിച്ച് ദർ ഈസ് എനി ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ് നമ്മൾ ഒരിക്കലും ബാലൻസ് ഷീറ്റ് ടാലി ആവുന്നു. നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ. അപ്പോൾ ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട് കഴിഞ്ഞു. അതുപോലെ നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ ചിലവും, സെയിൽസുമായിട്ട് ബന്ധപ്പെടുന്ന ചിലവ്, പിന്നെ ഇവിടെ നമുക്ക് പറയുന്നത് അസറ്റിനുണ്ടാകുന്ന ഡിപ്രീസിയേഷൻ, ചിലപ്പോൾ ഇൻടാഞ്ചിബിൾ പാറ്റൻറ്റ് കോപ്പിറൈറ്റ് ഒക്കെ ചിലപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുന്നതൊക്കെയാണ് ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും നെറ്റ് പ്രോഫിറ്റ്. പിന്നെ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ എഴുതിയപ്പോൾ ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് ക്യാപിറ്റലിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട നെറ്റ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒറ്റ ഫിഗറെ ഔട്ടർ കോളത്തിൽ എഴുതാവും. പിന്നെ ബാക്കിയുള്ള അസറ്റ്സും ലൈബിലിറ്റീസ്. ലൈബിലിറ്റി മീൻസ് നമുക്കറിയാമല്ലോ ഓബ്ലിഗേഷനാണ്. നമുക്ക് ബിസിനസ് വേറെ ആരോടെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ലൈബിലിറ്റി. നമുക്കെന്തെങ്കിലും അതിൽ നിന്ന് കിട്ടാനുണ്ട് അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും വാല്യുബിൾസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് അസറ്റ്. ഓക്കെ. അപ്പോൾ അസറ്റ് ലൈബിലിറ്റി, അസറ്റ് എല്ലാം അസറ്റ് സൈഡിൽ എഴുതുക, ലൈബിലിറ്റി എല്ലാം ലൈബിലിറ്റി സൈഡിൽ. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ സാധാരണ ഓർഡിനറി ഒരു ഫൈനൽ സോൾ പ്രൊപ്പറേറ്റർ, ഒരു സോൾ ട്രേഡർ ബിസിനസ് ഓർഗനൈസേഷൻ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനുള്ള കാര്യം. അപ്പോൾ അതിനകത്ത് 3 പാർട്ടാണ്: ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ്. അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്. ക്ലിയർ ആണ്? അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ പൂർണ്ണമായിട്ട് കണ്ടവർക്ക് ഒരു ട്രയൽ ബാലൻസും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എങ്ങനെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള ഏകദേശം ഒരു
പിക്ചർ പൂർണ്ണമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ.